ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 107 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. ഇന്നത്തെ സന്തോഷ വാർത്ത, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2438 പേരായി. ഇവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കംഡ്. നമുക്ക് സ്വല്പം കട്ടൻ ചായ തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: തേയില, ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക, മധുരം, വെള്ളം. ലെറ്റ് us സ്റ്റാർട്ട്. ആദ്യമായിട്ട് നമ്മൾ കപ്പ് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമ്മുടെ വുഡ് പെക്കറിൻ്റെ ടീക്ക് വുഡ് കട്ടിംഗ് ബോർഡിലാണ്. സ്വീറ്റ്നർ വുഡ് റെഡിയാക്കി വെച്ചു, തേയില റെഡിയാക്കി വെച്ചു, ഏലയ്ക്ക, കറുവാപ്പട്ട റെഡിയാക്കി വെച്ചു. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ചില്ല, ചതച്ചരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് പീസുകളാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു. അടുത്ത ഐറ്റം പാത്രമാണ് കാണിക്കുന്നത്. പാത്രം, വെള്ളം എടുക്കാനുള്ള പാത്രം. അടുത്ത നെക്സ്റ്റ് ഐറ്റം ഈസ് ഫിൽറ്ററിങ് യൂണിറ്റ്. അതിൻ്റെ അത് ഒരു മഗ്, ഒരു അരിപ്പ, ഒരു സ്പൂൺ, ഇതാണ് അതിൻ്റെ യൂണിറ്റ്. ഇത് നമ്മുടെ ടോങ്സ്, ചൂടുള്ള പാത്രം പിടിക്കാനായിട്ട്. ഇത് 2 ഗ്ലാസ് കൊള്ളുന്ന ഒറ്റ ഗ്ലാസ് വെള്ളം. ഇത് ഹീറ്റർ. അപ്പോൾ അതിൻ്റെ വർക്ക് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഇൻഡക്ഷൻ കുക്കർ അത് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റീഡിങ് 60 മിനിറ്റാണ്. അപ്പോൾ നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ചു. വെള്ളമല്ല, ആദ്യം പാത്രം വെച്ചു, പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു. ഹീറ്റർ ആദ്യം ഓൺ ചെയ്തായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ മസാലക്കൂട്ടലായിട്ട് ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക, ഈ 3 സാധനം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ 2 മിനിറ്റ് നേരത്തേക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. പുതിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റേഴ്സിനോടാണ് പറയാനുള്ളത്. പഴയ ആളുകൾ കേട്ടാലും കുഴപ്പമില്ല. ഇത് ഞാനൊരു 5-6 ദിവസമായിട്ട് പറയുന്നൊരു കാര്യമായതുകൊണ്ട് പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. എൻ്റെ സിംഗിൾ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതായത് എന്നെ ഒന്ന് കൂട്ടാമോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, ഒന്നും ചോദിക്കേണ്ട. 1500 കുഞ്ഞു വീഡിയോയും വലിയ വീഡിയോ ആയിട്ട് 1500 വീഡിയോ യൂട്യൂബിലുണ്ട്. ഈ നമ്പർ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ നമ്പർ ഐ ഡി നമ്പറാണ്. അത് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരെണ്ണം തുറക്കുക. അല്ല, ഇത് തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇടുക. ഒരക്ഷരവും വേറെ എഴുതേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ഒരു കോഡാണ്. ആ ഇമോജി ഞാൻ കണ്ടുപിടിക്കും. നിങ്ങളെ ഞാൻ 3 ദിവസത്തിനകം സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ആ വിവരം ഞാൻ പറയും. ചിലർക്ക് അറിയില്ലല്ലോ ആരാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനെയുള്ളവരുടെ ഇമോജികൾ വരാറുണ്ട്. അവരോട് പറയും, ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തതാണ്, നേരത്തെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതാണ്. അപ്പോൾ അവർക്ക് സന്തോഷമായി, നമുക്ക് സന്തോഷമായി. അപ്പോൾ ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം, യൂട്യൂബിൻ്റെ നിയമങ്ങളെ നമ്മൾ ധിക്കരിക്കുന്നില്ല. സബ് അല്ലത്, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റും കൂടെ എഴുതിയിട്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു നിയമ തടസ്സമില്ല. ഒക്കെ നമുക്ക് സമയം കഴിഞ്ഞു. ചായ ഇടാനായിട്ട് ചായയുടെ തേയില ഇട്ടു. ആ തേയില സ്വല്പം നേരം തിളയ്ക്കട്ടെ. അതിനുശേഷം നമ്മൾ ആ സ്റ്റൗ കെടുത്തുന്നു. 58 2 മിനിറ്റാണ് അതിൻ്റെ സമയം മൊത്തം. അപ്പം നമ്മൾ തീ കെടുത്തിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം. ആ അരിപ്പ എടുക്കുന്ന ആ സിസ്റ്റത്തിലേക്ക്, ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക് നമ്മൾ 2 പെല്ലറ്റ് മധുരം ഇട്ടു. ഷുഗർ ഫ്രീ മധുരം, അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. പഞ്ചസാര രഹിത മധുരം. അത് ഞാൻ ഗൂഗിളിൽ നിന്നാണ് വാക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ ഫിൽറ്റർ എടുത്ത് വെച്ചു. അതിന് പുറത്തോടെ ചായ അരിച്ചു. ചായ അരിച്ചതിന് ശേഷം അത് നമ്മൾ കപ്പിലേക്ക് ഒഴിക്കണം. അതിന് കപ്പൊക്കെ ഒന്ന് നോക്കി റെഡിയാണ്. കപ്പ് റെഡിയാണ്. അപ്പോൾ ഈ കപ്പൊക്കെ നേരത്തെ ഞാൻ ആ ടീക്ക് വുഡ് പെക്കറിൻ്റെ ആ ബോർഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്, കട്ടിംഗ് ബോർഡ്. അതൊരു ഭയങ്കര സൗകര്യമാണ്, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചായയുടെ ഒന്ന് സ്പൂൺ കൊണ്ട് ശരിക്കും ഇളക്കി ആ മധുരം ലയിപ്പിച്ചു അതിലേക്ക്. അപ്പോൾ അതിന് നല്ല മധുരമാണ്. ഇരട്ടി മധുരത്തിൻ്റെ മധുരം അതിന് കിട്ടുന്നുണ്ട്. ഷുഗറിൻ്റെ യാതൊരുവിധ ദോഷങ്ങളും നമുക്ക് ഏൽക്കുന്നില്ല.
അപ്പോൾ ഈ നമ്മുടെ നേരത്തെ ആ തേയിലയും ഈ ഷുഗറും ഒക്കെ ആണെങ്കിൽ വളരെ സൂട്ടബിളാണ്. നമ്മുടെ വണ്ണമൊക്കെ കുറയും. അപ്പോൾ നമ്മൾ ആ ചായ എടുത്ത് അതിൻ്റെ സ്റ്റിൽസൊക്കെ എടുത്തതിന് ശേഷം മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. മേശപ്പുറത്ത് നിന്നും നമുക്ക് സ്റ്റില്ലെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ്, അതായത് അതിൻ്റെ തമ്പനയിലാണ് വേണ്ടി. ബൈബിൾ ആദരപൂർവ്വം നമ്മൾ എടുത്തുകൊണ്ട് വന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. സീരിയസ് ആണ് വിഷയം കഴിഞ്ഞ്. ഇതിലേക്ക് നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിലച്ചൻ്റെ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയുടെ ഇന്നത്തെ 5ാമത്തെ എപ്പിസോഡിൽ നിന്ന് കിട്ടുന്ന വചനമാണ്. ആ വചനം, ഇന്നത്തെ വചനം യെശയ്യ 55:10-11. അത് ബൈബിളിൽ ഞാനത് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് കാണുന്നത്. 55-ാമത്തെ അധ്യായം 10-11. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ട് നോക്കി ഞാൻ വായിക്കാം. യെശയ്യ അധ്യായം 55, 10-ാമത്തെ തിരുവചനം. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. 11. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി അത് ചെയ്യും. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ആൻഡ് ശുഭം.